ഹലോ എവരിവൺ. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബ്രേക്ക്ഔട്ട് മൂവ്മെന്റിൽ ചാൻസ് ഉള്ള ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു അനാലിസിസ് വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോയിലൊക്കെ നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ജസ്റ്റ് പരിചയപ്പെടുത്താണ്. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഓക്കെ. അതുകൂടാണ്ട് ഇത് നമ്മുടെ ഒരു ഫോറക്സ് ചാനലാണ്, ഫോറക്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ഇതിൽ ഒരു 50 മെമ്പേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ICT കോഴ്സ്, ഫോറക്സിന്റെ ICT കോഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് എടുത്തു തരുന്നതാണ്. ഇതും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഇഷ്ടപ്പെട്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മാർക്കറ്റ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം നമുക്കൊരു സപ്പോർട്ട് റേഞ്ച് ഈ ഒരു ലൈനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിന് ചാൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെന്റിന് ചാൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയി അതിന് ശേഷം താഴത്തേക്കായിരുന്നു മൂവ്മെന്റ്, ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇപ്പൊ കറന്റ് മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് ആണ്. ഇനി നമുക്കൊരു സപ്പോർട്ട് ലൈൻ വരുന്നത് ഫ്രൈഡേയിലെ ലോ ആണ്. ഫ്രൈഡേയിലെ ലോ മാർക്കറ്റ് ട്രെൻഡ് ഓൾറെഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെയറിഷ് ട്രെൻഡ് ആണ്. അപ്പൊ ഫ്രൈഡേയിലെ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ താഴത്തേക്ക് ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു ബെയറിഷ് ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ കറക്റ്റ് ബെയറിഷ് ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു സപ്പോർട്ട് ലൈൻ വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. പ്രീവിയസ് ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിലാണ് പിന്നീട് ഒരു സപ്പോർട്ട് ലൈൻ വരുന്നത്. മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് കണ്ടീഷൻ നോക്കുക. എന്നിട്ട് ബെയറിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 4 ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേയിലും മാർക്കറ്റ് കണ്ടീഷനിൽ മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഷെയർസ്. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് ഈ വീഡിയോയിലെ എൻഡിങ്ങിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വരുന്ന ഷെയർ ആണ് ശ്രീറാം ഫിനാൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതിന്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു അപ്പ് ആൻഡ് ഹാൻഡിൽ എന്നുള്ള രീതിയിൽ ഒരു പാറ്റേൺ അവിടെ കാണുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് സോണിന്റെ മേലെ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നല്ലൊരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു 1% മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ തന്നെ മാക്സിമം ഒരു മൂവ്മെന്റ് ആയി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ആ ഒരു മൂവ്മെന്റ് കിട്ടുമ്പോൾ തന്നെ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് അപ് ട്രെൻഡിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതല്ല ഡൗൺ സൈഡിലേക്കാണ് നമ്മൾ എൻട്രി പറയുന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിലും എൻട്രി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഫസ്റ്റ് വരുന്ന ഷെയർ ശ്രീറാം ഫിനാൻസ്. സെക്കൻഡ് നമുക്ക് വരുന്നത് ബജാജ് ഓട്ടോ ആണ്. ബജാജ് ഓട്ടോയുടെ ഒരു സപ്പോർട്ട് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളിത് നോട്ട് ചെയ്താൽ മതി. ഈ ഒരു റേഞ്ച്, ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. പ്രീവിയസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. താഴത്തേക്ക് ഒരു ക്ലോസിംഗ് കിട്ടുന്നുണ്ടോ നോക്കാം. താഴത്തേക്ക് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 1% മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹൈ വെയിറ്റേജ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മൂവ്മെന്റ് കിട്ടുമ്പോൾ തന്നെ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാം. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമുക്ക് മൂന്നാമത് വരുന്ന ഷെയർ ആണ് ഓറോ ഫാർമ. ഇതിൽ ഒരു സപ്പോർട്ട് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കപ്പ് ആൻഡ് ഹാൻഡ് എന്നുള്ള പാറ്റേൺ ഇതിലും കാണാൻ പറ്റും. ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിൽ. ഈ ഒരു സപ്പോർട്ട് സോണിന്റെ താഴത്തേക്ക് നല്ലൊരു ക്ലോസിംഗ് ക്യാൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാം. പിന്നെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കിയതിനു ശേഷം മാത്രം
നിങ്ങൾ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിങ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് അവസാനമായിട്ട് വരുന്നത് ഹാവൽസ് ആണ്. ഹാവൽസിന്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ എന്നുള്ള രീതിയിൽ ഇതിലും പാറ്റേൺ കാണാൻ പറ്റും. അപ്പം ഇതിന്റെ മേലേക്ക് ഒരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു കുറച്ചൊരു മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുക, എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിങ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 4 ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഇന്ത്യനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേജ് ഇന്ത്യയുടെ ഒരു റെസിസ്റ്റൻസ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലേക്ക് ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അതിന് മേലേക്ക് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഷെയറിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഹിന്ദി കോപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഹിന്ദി കോപ്പറിന്റെ ഫ്യൂച്ചറാണ്. ഷെയറിൽ നോക്കിയാലും ഏകദേശം ഈ ഒരു ചാർട്ട് തന്നെയാണ്. അപ്പം ഹിന്ദി കോപ്പറിന്റെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് താഴത്തേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഔട്ട് എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഓപ്പണിങ്. ചെറിയൊരു ഗ്യാപ് ഡൗൺ എന്നുള്ള രീതിയിൽ നമുക്ക് അത്യാവശ്യം ഗ്യാപ് ഡൗൺ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഗ്യാപ് ഡൗൺ എന്നുള്ള രീതിയിൽ ഓപ്പണിങ്. അതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4% അടുത്തേക്ക് ഇതിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജൂബിലൻ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഗ്യാപ് ഡൗൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. എന്നിരുന്നാലും ഓപ്പണിംഗിന്റെ ശേഷം ഒരു 5% മൂവ്മെന്റ് ഇതിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ AU ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AU ബാങ്കിന്റെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു മൂവ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AU ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ബ്രേക്ക്ഔട്ടിന് ശേഷം ഏകദേശം 1% മുകളിലേക്ക് നമുക്ക് മൂവ്മെന്റ് കിട്ടിയിരുന്നു. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഷെയർ എടുത്തിട്ടുണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷെയർ അനാലിസിസ് ചെയ്യണം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് റിലേറ്റഡ് വീഡിയോസ് കാണാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈവ് മാർക്കറ്റിന്റെ അപ്ഡേഷൻസ് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ AU ബാങ്കിന്റെ പറഞ്ഞു. ഓക്കെ, AU ബാങ്കിന്റെ എൻട്രീസ് ഇപ്പോൾ ഓപ്ഷൻസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻട്രീസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യും.